അന്താരാഷ്ട്ര മണ്ണിലിരുന്ന ഭാരതത്തിന്റെ പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യാൻ ആർക്കാണ് ഇത്ര ധൈര്യം? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക പ്രതിനിധികളെയും സംഘടനകളെയും ആഗോളതലത്തിൽ തടയാൻ ശ്രമിക്കുന്നത് ആരാണ്? ആ ശക്തികൾക്ക് പിന്നിൽ ആരാണെന്ന് നിങ്ങൾക്കറിയണോ? RSS സർ സംഘചാലക് മോഹൻ ഭാഗവതിന്റെ വിദേശ പര്യടനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുമ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളെ തടയാൻ അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്പിലും ചില കോണുകളിൽ നിന്ന് ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. UK-യിലെയും അമേരിക്കയിലെയും പ്രവാസി ഭാരതീയർക്കിടയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം വലിയ സ്വീകാര്യത നേടുമ്പോഴാണ് ന്യൂയോർക്കിലെ പ്രാദേശിക രാഷ്ട്രീയക്കാരനായ സൊഹ്റാൻ മംദാനിയെ പോലുള്ളവർ മോഹൻ ഭാഗവതിനെ US-ൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. സ്വയം ലിബറൽ എന്ന് വിശേഷിപ്പിക്കുകയും എന്നാൽ ഇന്ത്യ വിരുദ്ധ പാക് അനുകൂല അജണ്ടകൾക്ക് നിരന്തരം കുടപിടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെ യഥാർത്ഥ മുഖമാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വെളിപ്പെടുന്നത്. അതെ, ആഗോളതലത്തിൽ ഇന്ത്യക്കെതിരെ രൂപപ്പെടുന്ന ഈ നിഴൽ യുദ്ധത്തിന് പിന്നിലെ ഗൂഢാലോചനകളും വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. ഒപ്പം മംദാനിയെ പോലുള്ളവരുടെ കപടമുഖം നമുക്കിവിടെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യാം. കാര്യങ്ങളുടെ തുടക്കം പരിശോധിച്ചാൽ നമുക്ക് ചില സുപ്രധാന വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതെ, ക്രിസ്റ്റൽ ക്ലിയർ പോലെ ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ തകർക്കാൻ കാലങ്ങളായി ശ്രമിക്കുന്ന ചില സംഘടനകളുണ്ട്. US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, അതായത് USIRF പോലുള്ള ഉപദേശക സമിതികൾ മുൻപ് ചെയ്തത് എന്താണ്? ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയെയും RSSനെയും ലക്ഷ്യമിട്ട് ഇവർ പാസാക്കാൻ ശ്രമിച്ച വിവാദ പ്രമേയങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നില്ലേ അതെല്ലാം? നോക്കൂ, അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ വെറുമൊരു ഉപദേശക പദവി മാത്രമുള്ള ഇത്തരം സമിതികളുടെ തലപ്പത്തിരുന്ന് ചരട് വലിക്കുന്നത് പാകിസ്ഥാൻ വംശജരും അവരുടെ ലോബികളുമാണ്. പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? എല്ലാവർക്കും അറിയുന്നതല്ലേ. അതെ, സ്വന്തം രാജ്യം ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി തുടരുമ്പോഴാണ് ഭാരതത്തിന്റെ സുരക്ഷാ ഏജൻസികളെയും ദേശീയ സംഘടനകളെയും ഇവർ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ പാക് അജണ്ടകളുടെ അന്താരാഷ്ട്ര തെരുവുകളിലെ പ്രചാരകനായി സൊഹ്റാൻ മംദാനി മാറുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ ആരാണ് ഈ സൊഹ്റാൻ മംദാനി എന്നറിയാമോ നിങ്ങൾക്ക്? ഇന്ത്യയുമായി ഇയാൾക്ക് എന്തെങ്കിലും ആഴത്തിലുള്ള ബന്ധമുണ്ടോ? നോക്കൂ, പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഉഗാണ്ടൻ പണ്ഡിതൻ മഹ്മൂദ് മംദാനിയുടെയും മകനായതുകൊണ്ട് കുടുംബപരമായ ഒരു പേര് ഇയാൾക്ക് അവകാശപ്പെടാം. എന്നാൽ ഭാരതത്തിന്റെ മണ്ണിലോ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലോ സംസ്കാരത്തിലോ ഇയാൾക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഒട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉഗാണ്ടയിൽ ജനിച്ച അമേരിക്കൻ ആഡംബരങ്ങളിൽ വളർന്ന ഇയാൾ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് എന്താണ്? മാതാവിന്റെ ഇന്ത്യൻ പശ്ചാത്തലം സ്വന്തം സൗത്ത് ഏഷ്യൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി സൗകര്യപൂർവ്വം ഉപയോഗിക്കുക മാത്രമല്ലേ ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവാസി സമൂഹത്തിന്റെ പിന്തുണ നേടാൻ ബോളിവുഡ് സംഗീതവും സൗത്ത് ഏഷ്യൻ പാരമ്പര്യവും ആഘോഷിക്കുകയും എന്നാൽ അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും തകർക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രാഷ്ട്രീയ ശൈലി എന്നതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഡൊണാൾഡ് ട്രംപിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് വീരവാദം മുഴക്കിയ ഇതേ മംദാനി ട്രംപിന്റെ മുന്നിൽ ചെന്നപ്പെട്ടപ്പോൾ ഉണ്ടായ അവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന്? യാതൊരു പ്രതികരണവും ഇല്ലാതെ നിഷ്ക്രിയനായി നിന്ന ആ കാഴ്ച ലോകം കണ്ടതാണ് എന്നെങ്കിലും മംദാനി ഓർക്കുന്നത് നല്ലതാണ്. എന്തായാലും അധികാരമുള്ളവരുടെ മുന്നിൽ നിശബ്ദത പാലിക്കുകയും ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്കെതിരെ മാത്രം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതാണ് മംദാനിയുടെ അവസരവാദ രാഷ്ട്രീയം എന്നത് ഇവിടെ പകൽ പോലെ വ്യക്തമാവുകയാണ്. നിങ്ങൾക്കറിയാമോ, മംദാനിയുടെ നിലപാടുകളുടെ കാപട്യം അത് ഏറ്റവും കൂടുതൽ വ്യക്തമായത് ഇന്ത്യയിലെ പൗരത്വ നിയമ ഭേദഗതി ചർച്ചയായപ്പോഴാണ്. അന്ന് എന്താണ് ഉണ്ടായത്? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് വസ്തുതാവിരുദ്ധമായ നുണകളാണ് അന്ന് ഇയാൾ വിദേശ വേദികളിൽ പ്രചരിച്ചത്.
ഗുജറാത്തിലെ മുസ്ലിം ജനസംഖ്യയെ കുറിച്ച് അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ചു. അവിടെ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ സമാധാനപരമായി ജീവിക്കുന്നുവെന്ന സ്ഥിതിവിവര കണക്കുകൾ കണ്ടില്ലെന്ന് നടിച്ചു. ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്ത ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് തുടങ്ങിയവരെ മനുഷ്യാവകാശ പ്രവർത്തകരായി വെള്ളപൂശാൻ മുൻപന്തിയിൽ നിന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കേവലം 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ സ്നെക്ക് ഉപരോധിച്ച ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ആഹ്വാനം ചെയ്തവരെയാണ് ഇവർ മനുഷ്യാവകാശത്തിന്റെ പേരിൽ ന്യായീകരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വികരണവാദ ശബ്ദങ്ങളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധ ലോബികളുടെ അജണ്ടയല്ലാതെ മറ്റെന്താണ്? ഇനി പറയൂ, ഇന്ത്യയെ വടക്കുകിഴക്കൻ മേഖലകളിൽ നിന്ന് വെട്ടിമുറിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് പിന്തുണ നൽകുന്ന ഇത്തരക്കാരുടെ ലക്ഷ്യം മനുഷ്യാവകാശമാണോ? നമ്മുടെ ഇന്ത്യയെ സ്നേഹിക്കുന്ന നിങ്ങൾ നെഞ്ചിൽ കൈവച്ച സത്യസന്ധമായി പറയൂ, ഇത്തരക്കാരുടെ ലക്ഷ്യം അത് അന്താരാഷ്ട്ര തലത്തിൽ ഭാരത വിരുദ്ധ പ്രഷർ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുക എന്നതല്ലേ? നിങ്ങൾക്കറിയാമോ, പാകിസ്ഥാനിൽ പ്രായപൂർത്തിയാകാത്ത ന്യൂനപക്ഷ പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമിതികൾ നിരന്തരം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. പാകിസ്ഥാനിലെ പ്രമുഖ സ്വതന്ത്ര മനുഷ്യാവകാശ സംഘടനയായ HRCPയുടെ വാർഷിക കണക്കുകൾ അത് പ്രകാരം 100 കണക്കിന് പെൺകുട്ടികളാണ് ഓരോ വർഷവും ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകുന്നത്. ഇതിനു പുറമെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടുകളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ അതായത് CPC പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറഞ്ഞു വന്നത് ഇതാണ്, അതിർത്തികൾ കടന്നുള്ള ഭീകരർ കശ്മീരിലും അതുപോലെ പാകിസ്ഥാനിലും നിരപരാധികളായ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയപ്പോൾ മംദാനി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകുമ്പോഴും ഇയാൾ നിശബ്ദനായിരുന്നു. പ്രവാസി ഹിന്ദുക്കളുടെ വോട്ട് നേടാൻ ക്വീൻസിലെ സ്വാമിനാരായൺ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ഇയാളുടെ ഇരട്ടത്താപ്പ് ഇന്ന് ഭാരതീയ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരത വിരുദ്ധ വികാരം സൃഷ്ടിക്കുന്ന ഇത്തരം വ്യക്തികൾക്ക് ഹൈന്ദവ ആരാധനാലയങ്ങൾ ഒരു കാരണവശാലും വേദിയാകരുത് എന്ന വികാരമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സൊഹ്റാൻ മംദാനിയുടെ ഈ കപടമുഖം അമേരിക്കൻ ഗായിക മേരി മിൽബൻ പരസ്യമായി തന്നെ തുറന്നുകാട്ടിയിരുന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് സൗത്ത് ഏഷ്യൻ ഐഡന്റിറ്റി ഉപയോഗിക്കുകയും യഥാർത്ഥത്തിൽ ഭാരത വിരുദ്ധ ലോബികളുടെ അജണ്ടകൾക്ക് കുടപിടിക്കുകയും ചെയ്യുന്ന മംദാനിയുടെ ഇരട്ടത്താപ്പാണ് അവർ പ്രധാനമായും എടുത്തു പറഞ്ഞത്. ഇന്ത്യയുടെ സംസ്കാരത്തെയും അതുപോലെ തന്നെ പരമാധികാരത്തെയും വിദേശ മണ്ണിലിരുന്ന് അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം പ്രാദേശിക രാഷ്ട്രീയക്കാരെ പ്രവാസി സമൂഹം തിരിച്ചറിയണമെന്നും അവർ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ വിഘടനവാദ രാഷ്ട്രീയത്തിനെതിരെ ഭാരതം മുന്നോട്ട് വെക്കുന്നത് സാംസ്കാരിക ദേശീയത എന്ന സമഗ്രമായ ഒരു ആശയമാണ്. ഒരാളുടെ ആരാധനക്രമം എന്ത് തന്നെ ആയാലും ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും ഒരൊറ്റ പാരമ്പര്യവും പൊതുവായ പൂർവികരുമുണ്ട് എന്ന ആശയമാണിത്. നിങ്ങളൊന്ന് ഓർക്കണം, വെറും 250 വർഷം മാത്രം പഴക്കമുള്ള പാശ്ചാത്യ രാഷ്ട്രീയ സമവാക്യങ്ങൾ വെച്ച് 6000 വർഷത്തിലധികം പഴക്കമുള്ള ഭാരതീയ നാഗരികതയെ അളക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്തരം രാഷ്ട്രീയക്കാരുടെ വലിയ അപജയം എന്ന് പറയുന്നത്. ഭാരതത്തിലെ പൗരന്മാർക്കിടയിൽ സാമുദായിക സൗഹാർദ്ദവും തുല്യതയും ഉറപ്പാക്കാൻ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ഉൾപ്പെടെയുള്ള വേദികളിലൂടെ നടക്കുന്ന സംവാദങ്ങൾ ഇതിന്റെ ഉദാഹരണമാണ്. UK-യിലായാലും US-ലെ മാഡിസൺ സ്ക്വയറിലായാലും മോഹൻ ഭാഗവതിന്റെ സന്ദേശം ഐക്യത്തിൻ്റെതാണ്. ഭാരതത്തിന്റെ ഈ സാംസ്കാരിക ശക്തിയെ ഫാസിസം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന സൊഹ്റാൻ മംദാനിയുടെ തനി നിറം ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. വിദേശ മണ്ണിലിരുന്ന ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികളെയും പാക് ലോബികളെയും നയതന്ത്രപരമായി തുറന്നു കാട്ടാൻ ഇന്ന് രാജ്യം സജ്ജമാണ്. ഭാരതത്തിന്റെ പ്രതിച്ഛായയെ അപകീർത്തിപ്പെടുത്തുന്ന കപട രാഷ്ട്രീയക്കാർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ലോകമെമ്പാടുമുള്ള പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ട സമയമാണിത്. എന്തായാലും ലണ്ടനിലും ന്യൂയോർക്കിലും തിങ്ങി നിറഞ്ഞ സദസ്സുകളുടെ പ്രവാസി സമൂഹം ഇന്ത്യൻ സാംസ്കാരിക നായകരെ നെഞ്ചേറ്റുമ്പോൾ വിരലിലെണ്ണാവുന്ന ചില പ്രാദേശിക രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്ന ഈ വിദ്വേഷ പ്രചരണങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ ഇല്ലാതാകുകയാണ്.
കാരണം ഭാരതത്തിന്റെ ശക്തി അതിന്റെ ആഴത്തിലുള്ള സാംസ്കാരിക വേരുകളിലാണ്, വിദേശ ഫണ്ടുകളിൽ ജീവിക്കുന്ന ഇത്തരം വ്യാജ ലോബികളിലല്ല. ഇനി നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ചോദ്യം എന്തെന്നാൽ, അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെ വളച്ചൊടിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാർക്കെതിരെ രാജ്യം കൂടുതൽ കടുത്ത നയതന്ത്ര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.